ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ കുറേയേറെ ആളുകൾ എന്നോട് എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ അറിയിക്കണേ എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ എന്തെങ്കിലും ജോബുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ എനിക്കൊന്ന് കമൻ്റായിട്ടും പറയണേ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ കായംകുളത്തുകാരൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ തന്നെ 1K ഫോളോവേഴ്സായി 4000 മണിക്കൂർ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആകാത്തവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. കാരണം നമുക്കെല്ലാവർക്കും 1K ഫോളോവേഴ്സ് പെട്ടെന്നാകും, പക്ഷെ 4000 മണിക്കൂർ വാച്ച് അവർ ആകാനാണ് വളരെ പാട്, അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ എന്താണത് അങ്ങനെ വരാൻ കാരണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേയേറെ വീഡിയോസ് ഡെയിലി കാണാറുണ്ട്. കുറേ ആളുകൾ വന്നിരുന്നിട്ട് നമുക്ക് ട്രിക്ക് ആൻഡ് ട്രിപ്സ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ആൾക്കാർക്ക് വാച്ച് അവറും പിന്നെ അവരുടെ ഫോളോവേഴ്സ് കൂടാനൊക്കെ കുറേയേറെ ടിപ്സൊക്കെ പറയുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്, ഡെയിലി നമുക്ക് കുറേയേറെ വീഡിയോസ് വരും. നമ്മളെല്ലാവരും അവരെ ഫോളോ ചെയ്യുകയും നമ്മൾ ആ വീഡിയോ കാണാറുമുണ്ട്. പക്ഷേ സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകില്ല. കാരണം അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാരണം അവർ നമ്മളെ സപ്പോർട്ടും ചെയ്യില്ല. നമ്മളവരെ ഫോളോ ചെയ്യണം, നമ്മളവർക്ക് കമൻറ്റ് അയക്കണം, നമ്മുടെ ഡൗട്ടുകൾ ചോദിക്കും. പക്ഷെ നേരെ അവർ തിരിച്ച് നമ്മളോട് ഇങ്ങനെയുള്ള സപ്പോർട്ടോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർ കുറച്ച് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഞാൻ ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ 4000 മണിക്കൂർ വാച്ചവേഴ്സാണ്. അത് ആകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കേസല്ല. കാരണം ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല, അതെനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്നൊരു ഗുണമുണ്ടാവും. എൻ്റെ ഒരു 4000 മണിക്കൂർ വാച്ച് അവർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അകത്തുള്ള ആകെ ഒരു ഗുണം. പിന്നെ എല്ലാവരും എപ്പോഴും പറയുന്നതാണ്, നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ചെയ്യുക, പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ കറക്റ്റ് കാര്യമാണ്. പക്ഷേ നമ്മൾ അത്രയും ക്ലാരിറ്റി ഉള്ളത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഒരു ഫോൺ വെച്ച് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല മൈക്ക് ഉപയോഗിച്ച് വേണം നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മൾ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ ഒക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആൾക്കാർ കണ്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ട് മെയിനായിട്ടൊരു കാര്യം. കാരണം നമ്മൾ തന്നെ ചില വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ട്സൈഡിൽ പോയി കഴിവതും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വോയിസ് അവിടെ വെച്ച് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം അല്ലെങ്കിൽ അതുപോലെ നല്ല മൈക്കൊക്കെ കൈ വെച്ചിട്ട് വേണം വോയിസ് കൊടുക്കാൻ. അല്ലെങ്കിൽ അവിടുത്തെ ആ ഡിസ്റ്റർബൻസ് സൗണ്ട് നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരത് കാണില്ല, അത് ഉറപ്പാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് വ്യൂവേഴ്സ് കൂടണം, അല്ലെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ആളുകൾ വന്നിട്ട് കമൻറ്റ് പറയാനുള്ള എന്തെങ്കിലും അതിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അത് കൂടുതലും ആളുകൾ ചെയ്യുന്നത് നെഗറ്റീവ് കണ്ടന്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവ് ചെയ്യുമ്പം കുറേ ആളുകൾ തെറി പറയാനൊക്കെ വരികയും അങ്ങനെയൊക്കെ വരും. അപ്പോൾ കൂടുതൽ കമൻറ്റ് വരികയും എൻഗേജ് ഉണ്ടാവുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് വ്യൂവേഴ്സ് കൂടുകയും അവിടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഒരു ട്രിക്സ്. പക്ഷെ നേരെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നവർക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയി വരാൻ. അപ്പം ഒന്നെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക. റിയാക്ഷൻ വീഡിയോ ചെയ്താലും പെട്ടെന്ന് കിട്ടും. പക്ഷെ അതൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ ആ റിയാക്ഷൻ വീഡിയോ കോപ്പിറൈറ്റ് വരാത്ത രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ മാത്രമേ അതൊക്കെ ഒരു സക്സസ് ആയിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക.